ഹലോ, ധന്യസ് കിച്ചൻ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് ഒത്തിരി സാധനങ്ങളൊന്നും വഴറ്റാതെ തന്നെ നല്ലൊരു അടിപൊളി ചിക്കൻ പെരട്ട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എന്തിൻ്റെ കൂടെയും നമുക്ക് കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു ജ്യൂസി ആയിട്ടുള്ളൊരു ചിക്കൻ പെരട്ടാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ. ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിക്കുന്ന മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10-15 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് അര സ്പൂണോളം ചെറിയ ജീരകം ക്യൂമിൻ സീഡ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ 1 സ്പൂണോളം പെരിഞ്ജീരകം ഫെന്നൽ സീഡ് ഇട്ട് കൊടുത്തു. 2 കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്രാമ്പുവാണ് കേട്ടോ. ഗ്രാമ്പു ഇതുപോലെ ഒരു 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ മസാലയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ സാധാരണ നമ്മുടെ മുളക് പൊടി മതിയാവും. മുളക് പൊടിക്ക് അധികം എരിവ് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിവിടെ 2 സ്പൂണോളം എടുക്കുന്നുണ്ട്. നല്ല കളറാണ് ഇത്. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടി. ഇതിലേക്ക് അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ഇതുപോലെ തന്നെ അര സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിനൊന്ന് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു സ്പെഷ്യൽ മസാല എന്ന് പറയുന്നത്. ഞാനിവിടെ 1 കിലോനോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. മീഡിയം പീസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കഴുകി വൃത്തിയാക്കി ഞാനൊരു അടിക്കനുള്ളൊരു കടായിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ ഈ മസാല ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. മസാല ഇതാ നല്ല കളറാണ്. ഒരുപാട് ഇങ്ങനെ അരഞ്ഞ് പേസ്റ്റായിട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. നമ്മളിത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണ്. അതിന് അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ 2 പച്ചമുളക്, ഒരു മീഡിയം സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. അതും ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇത് അരച്ചെടുക്കരുത്, ക്രഷ് ചെയ്തെടുക്കണം ചെയ്യുക. അപ്പോൾ അത് അരച്ചെടുക്കുമ്പോൾ ഈ ഒരു കളറിലാണ്. കാരണം നമ്മളിതിൽ നേരത്തെ മസാല അരച്ചത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു കളർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത് കണ്ടോ. ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതോടെ ഇരിക്കട്ടെ. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ, അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഞാനിത് സ്റ്റൗവിലൊന്നും വെച്ചിട്ടില്ല, താഴെയാണ് ഇരിക്കുന്നത്. വെളിച്ചെണ്ണയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഈ മസാല ഇതിൽ നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം. നല്ല ഇങ്ങനെ പെരട്ടി വയ്ക്കുക എന്ന് പറയില്ലേ, അതുകൊണ്ടാണ് കേട്ടോ അതിന് ചിക്കൻ പെരട്ടെന്ന് പറയുന്നത്. അപ്പം നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ പെരട്ടാണ്. അപ്പം നന്നായിട്ട് ഇതുപോലെയാണ് ഇരിക്കുക കേട്ടോ. നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു കളറിലാണ് ഇരിക്കുക. ഇനി ഇതിലേക്ക് എൻ്റെ കയ്യിലൊക്കെ ഇപ്പം മസാല ഇങ്ങനെ തേച്ചതുകൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടി ഇടാൻ മസാലയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ്സോളം വെള്ളം കൂടെ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാലയൊക്കെ ഒന്ന് ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഒന്ന് വേകാനും കൂടി വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു ചട്ടുകം വെച്ച് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഒന്ന് തിക്കായിട്ട് വരും. അത് തിക്ക് പേസ്റ്റിലാണ് ഇതിരിക്കുക കേട്ടോ. ഉണ്ടോ, ഇതുപോലെയാണ് ഇരിക്കുക. അപ്പോൾ ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിത് സ്റ്റവിൽ വയ്ക്കണം. ഒട്ടും പണിയൊന്നുമില്ല കേട്ടോ. നമ്മളിതൊക്കെ ഒന്ന് അടുപ്പിച്ച് വെച്ചാൽ മാത്രം മതി. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി പെരട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ സ്റ്റവ് ഓണാക്കി വെച്ചിട്ടുണ്ട്. ഒരു മൂടി വെച്ച് കൊടുത്ത് ഒരു 4 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം തുറന്ന് നോക്കാം. എല്ലാം തിളച്ച് നമ്മുടെ ഈ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ കാണാൻ പറ്റും. വെളിച്ചെണ്ണയൊക്കെ കുറച്ചും കൂടെ വെള്ളം വറ്റേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനിലുള്ള വെള്ളവും കൂടെ ഇതിലേക്ക് ഇറങ്ങി വരും. അതാ നന്നായിട്ട് ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ചിക്കൻ ഇങ്ങനെ വിട്ട് വരരുത് കേട്ടോ. ഒത്തിരി അങ്ങനെ ഓവർ കുക്കായി പോകരുത്. നമുക്ക് സ്റ്റൗവിൽ കുക്കറൊന്നും ഇല്ലാതെ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അടിക്കാനുള്ള ഈ പാത്രത്തിന് പകരം നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ കടായി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതാകുമ്പോൾ ചൂട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ 2 മിനിറ്റിന് ശേഷം നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും. ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുക കേട്ടോ. നല്ല ഇങ്ങനെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, സവാളയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ചതച്ചെടുത്തത്, ആ ഒരു കൂട്ട് ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ
ഈ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്ന ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണം. അതുകൊണ്ടാണ് ഇത് നല്ല ജ്യൂസി ആയിട്ടിരിക്കുക. ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിനെ ഒത്തിരി ഇങ്ങനെ വഴറ്റിയെടുക്കൊന്നും വേണ്ട. ഇത് സവാളയൊക്കെ ഉണ്ടല്ലോ, ചെറുതായിട്ടൊരു ഹാഫ് കുക്കായാൽ മാത്രം മതിയാവും. അപ്പോൾ ഇതിൽ കിടന്നിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയി വരും കേട്ടോ. സവാളയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കുഴഞ്ഞ് വരും. ഈ ചിക്കനിലൊക്കെ ഈ മസാല ഇങ്ങനെ നല്ലോണം ഇങ്ങനെ പുരണ്ടിരിക്കും കേട്ടോ. ഇത് പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.